ആദ്യ OTT റിലീസ് അപ്ഡേറ്റ് നമ്മുടെ ചാമ്പ്യൻ എന്ന് പറഞ്ഞ സിനിമേൻ്റെയാണ്. ഇതൊരു തെലുങ്ക് സിനിമയാണ്. പടം നിലവിലെ ജനുവരി 29 മുതൽ സ്ട്രീമിംഗ് ചെയ്യാൻ ആരംഭിച്ചിട്ടുണ്ട് നമ്മുടെ നെറ്റ്ഫ്ലിക്സിൽ. സിനിമയിൽ നമ്മുടെ ദുൽഖർ സൽമാൻ ചെറിയൊരു കേമിയോ റോൾ ചെയ്തിട്ടുണ്ട്. പടം ജനുവരി 29 തമിഴ്, കന്നഡ, മലയാളം, തെലുങ്ക്, ഹിന്ദി ഭാഷകളിലൊക്കെ ആയിട്ട് പടം OTT റിലീസ് ചെയ്യുന്നതാണ് നെറ്റ്ഫ്ലിക്സ് വഴി. കാത്തിരിക്കാം നമുക്ക് പടത്തിൻ്റെ OTT റിലീസിനായിട്ട്. അടുത്ത OTT റിലീസ് അപ്ഡേറ്റ് നമ്മുടെ പതംഗ് എന്ന് പറഞ്ഞ സിനിമേൻ്റെയാണ്. ഇതൊരു തെലുങ്ക് സിനിമയാണ്. പടത്തിൻ്റെ OTT അവകാശം മേടിച്ചിരിക്കുന്നത് നമ്മുടെ സൺ നെക്സ്റ്റ് ആണ്. സിനിമ ജനുവരി 30 പടം OTT റിലീസ് ചെയ്യുന്നത്. ആകെ തെലുങ്ക് പകർപ്പിൽ മാത്രമായിട്ടാണ് സിനിമ സൺ നെക്സ്റ്റ് വഴി OTT റിലീസിൽ പോകുന്നത്. എന്തായാലും കാത്തിരിക്കാം നമുക്ക് പടത്തിൻ്റെ ഒഫീഷ്യൽ OTT റിലീസിനായിട്ട് ജനുവരി 30. അടുത്ത OTT റിലീസ് അപ്ഡേറ്റ് മലയാള സിനിമേൻ്റെയാണ്. നിവിൻ പോളി, അജു വർഗീസ് എന്നിവർ അഭിനയിച്ച സിനിമയാണ് സർവ്വമയം എന്ന് പറഞ്ഞ സിനിമ. പടത്തിൻ്റെ OTT അവകാശം ജിയോ ഹോട്ട്സ്റ്റാർ ആണ് മേടിച്ചത്. സിനിമ ജനുവരി 30 മലയാളം, തമിഴ്, കന്നഡ, തെലുങ്കു, ഹിന്ദി, ബംഗാളി, മറാത്തി ഭാഷയിൽ പടം OTT റിലീസിന് പോവുകയാണ്. നമ്മുടെ സർവ്വമയം എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററുകളിൽ ഓൾമോസ്റ്റ് 149 കോടിൻ്റെ അടുത്താണ് വേൾഡ് വൈഡ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. എന്തായാലും സിനിമ ഇനി OTT റിലീസ് കാണാൻ സാധിക്കും നമുക്ക് ജനുവരി 30. അടുത്ത OTT അപ്ഡേറ്റ് ഇംഗ്ലീഷ് സിനിമയായ ആനക്കോണ്ട സിനിമേൻ്റെയാണ്. പടത്തിൻ്റെ ഓവർസീസ് OTT റിലീസ് ജനുവരി 27 നടന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ ആമസോൺ പ്രൈമിൽ ഇന്ത്യൻ OTT റിലീസ് നടന്നിട്ടുണ്ട്. ജനുവരി 29 മുതലാണ് സിനിമ ഇംഗ്ലീഷ് അതുപോലെ തന്നെ മറ്റ് ഭാഷകളിലായിട്ട് OTT റിലീസ് ചെയ്തത്. എന്തെങ്കിലും കാണാൻ പറ്റുന്നവർ കാണുക, കണ്ടവരുടെ അഭിപ്രായങ്ങൾ ഇൻബോക്സ് ചെയ്യപ്പെടുത്തുക. ഞാനും കണ്ടു. പടത്തിൻ്റെ ഓവറോൾ നോക്കുമ്പോൾ വൺ ടൈം വാച്ചബിൾ തന്നെയാണ്. അടുത്തൊരു ഹിന്ദി സിനിമയാണ് ദുരന്തർ എന്ന് പറഞ്ഞ സിനിമ. നമ്മുടെ രൺവീർ സിംഗ് അതുപോലെ തന്നെ മാധവൻ, സഞ്ജയ് ദത്ത് എന്നിവർ അഭിനയിച്ച വമ്പൻ സിനിമയാണ്. വേൾഡ് വൈഡ് കളക്ഷൻ ഓൾമോസ്റ്റ് 1000 കോടിൻ്റെ മുകളിലാണ്. എന്തായാലും നെറ്റ്ഫ്ലിക്സ് ആണ് പടത്തിൻ്റെ OTT അവകാശം മേടിച്ചത്. ജനുവരി 30 സിനിമ OTT റിലീസ് ചെയ്യുമെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സിനിമ ജനുവരി 30 ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളിൽ സിനിമ OTT റിലീസ് ചെയ്യുന്നതായിരിക്കും. കാത്തിരിക്കാം നമുക്ക് നെറ്റ്ഫ്ലിക്സിൽ. അടുത്ത OTT അപ്ഡേറ്റ് നമ്മുടെ വാ വാത്തിയാർ എന്ന് പറഞ്ഞ സിനിമേൻ്റെയാണ്. സിനിമ തിയേറ്ററുകളിൽ ഓൾമോസ്റ്റ് വാനിഷ് ആയിട്ടുണ്ട് എല്ലായിടത്തും. എന്തായാലും പടത്തിൻ്റെ കളക്ഷൻ അല്ല സംസാരിക്കുന്നത്, പടത്തിൻ്റെ OTT തന്നെയാണ്. പടത്തിൻ്റെ OTT അവകാശം ആമസോൺ പ്രൈമാണ് മേടിച്ചത്. സിനിമ ആമസോൺ പ്രൈമിൽ ഈ വരുന്ന ജനുവരി 28 മുതൽ സ്ട്രീമിംഗ് ചെയ്യുന്നുണ്ട്. മലയാളം, തമിഴ്, കന്നഡ, തെലുങ്കു, ഹിന്ദി ഒരുപാട് ഭാഷകളിൽ സിനിമ സ്ട്രീമിംഗ് ചെയ്യുന്നുണ്ട് ആമസോൺ പ്രൈമിലൂടെ. ഇന്ത്യൻ്റെ വെളിയിലാണെങ്കിൽ സിനിമ സിംപ്ലി സൗത്തിലാണ് അവൈലബിൾ ആവാൻ പോകുന്നത്. അടുത്ത OTT അപ്ഡേറ്റ് ബോർഡർ എന്ന ഹിന്ദി സിനിമയുടെ 2ാം ഭാഗമാണ് ബോർഡർ 2. പടത്തിൻ്റെ OTT അവകാശം നമ്മുടെ നെറ്റ്ഫ്ലിക്സ് ആണ് മേടിച്ചത്. എന്തായാലും നെറ്റ്ഫ്ലിക്സിൽ സിനിമ മാർച്ച് മാസമാണ് OTT റിലീസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. മാർച്ച് 20 എന്തായാലും അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരുപാട് മാസം കാത്തിരിക്കണം ബോർഡർ എന്ന സിനിമയുടെ 2ാം ഭാഗത്തിനായിട്ട്. അതും OTT റിലീസ്. സണ്ണി ഡിയോൾ, വരുൺ ധവൻ എന്നിവരൊക്കെയാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട്. അടുത്ത ലാസ്റ്റ് OTT അപ്ഡേറ്റ് ആണ് നമ്മുടെ രാജാ സാബ്. നമ്മുടെ പ്രഭാസിൻ്റെ വമ്പൻ സിനിമയായിരുന്നു. പക്ഷേ സിനിമ വലിയൊരു തോൽവിയാണ് കേരളത്തിൽ കാണാൻ സാധിക്കുന്നത്. പടത്തിൻ്റെ OTT അവകാശം ജിയോ ഹോട്ട്സ്റ്റാർ ആണ് വൻ തുകയ്ക്ക് മേടിച്ചത്. എന്തായാലും പടം ഫെബ്രുവരി 13 അല്ലെങ്കിൽ 6 ആയിട്ട് OTT റിലീസ് ചെയ്യുമെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. കൂടുതൽ OTT സിനിമ വാർത്തകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോ ചാനൽ.